അപകടത്തിന്റെ വാർത്ത വരുന്നു. മലപ്പുറം എടപ്പാളിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. എടപ്പാൾ വട്ടംകുളത്താണ് ഈ അപകടം ഉണ്ടായത്. വട്ടംകുളം തൈക്കാട് സുന്ദരൻ, കുമരനെല്ലൂർ കൊള്ളന്നൂർ അലി എന്നിവരാണ് മരിച്ചത്. സുന്ദരൻ 52 വയസ്സ് പ്രായമുണ്ടായിരുന്നു, അലിക്ക് 35 വയസ്സും. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടം നടന്നത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിച്ചാൽ എല്ലാ അപകടങ്ങളും 1 മണിക്ക് ശേഷമാണ് നടക്കുന്നത്. മിക്കവാറും ഉറങ്ങിപ്പോയ കേസാകാനാണ് സാധ്യത. അപ്പോൾ ഈ രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് നമ്മൾ പലരോടും ആവശ്യപ്പെടുകയും ചിലപ്പോഴെങ്കിലും നടപ്പാക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ആളാണ് മരിച്ചിരിക്കുന്നത്. അതുപോലെ അപകടത്തിൻ്റെ വാർത്ത ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ ഈ അപകടത്തിൻ്റെതാണ്. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അരുൺ, എങ്ങനെയാണ് ഈ അപകടത്തിൻ്റെ കാര്യം നമുക്കറിയാൻ കഴിഞ്ഞത്? അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? പറയൂ. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. ആ വഴി പോയി, അതായത് ഈ അപകടം നടന്ന സ്ഥലത്തുകൂടെ പോയ മറ്റ് വഴിയാത്രക്കാരാണ് ഈ അപകടം നടന്ന 2 പേരും വഴിയിൽ റോഡരികിൽ കിടക്കുന്നതായി കണ്ടത്. തുടർന്ന് അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സുന്ദരന്റെ മരണം സ്ഥിരീകരിച്ചു. അലിയെ ഗുരുതരമായി പരിക്കേറ്റ അലിയെ പിന്നീട് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. എന്നാൽ അവിടേക്ക് പോകും വഴി തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും ദാരുണമായ സംഭവമാണ്. ഈ അപകടം അമിത വേഗമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്ന പ്രാഥമിക നിഗമനം. ഈ ഭാഗത്ത് 4ൽ കൂടിയ ഒരു ജംഗ്ഷനാണ്, അതായത് പാലക്കാട് ജില്ലയിലേക്കും ഈ മലപ്പുറം തൃശൂർ ജില്ലകളിലേക്കും പോകാവുന്ന റോഡാണ്. അമിത വേഗത്തിലെത്തിയ വാഹനങ്ങൾ അത് മറ്റു ബൈക്കുകൾ കാണാതെ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാരും പോലീസും ഒക്കെ പറയുന്നത്. എന്തായാലും പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ ഇരുവരും മരിച്ചിരുന്നു. ഓക്കെ, ദുഃഖകരമായ കാര്യമാണ്. റോഡിൽ പൊലിയുന്ന ജീവിതങ്ങളുടെ എണ്ണം പിന്നെയും കൂടുന്നു എന്ന സങ്കടകരമായ കാര്യമുണ്ട്.